അമേരിക്കയിലെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? ഇപ്പോഴിങ്ങനെ ഒരു സംശയം ഉണ്ടാകുവാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ അമേരിക്കയിലെ മിഷൻ കോർഡിനേറ്റർ റവറൻഡ് ബാബു തോമസുമായി ഒരു അഭിമുഖം നടത്തുവാനിടയായി. ആ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ PJ തോമസ് ആണ് അമേരിക്കയിലെത്തിയ ആദ്യ മലയാളി എന്ന്. എനിക്കതിനെക്കുറിച്ച് കൃത്യമായി അറിവില്ല. പെന്തക്കോസ്ത് പാസ്റ്റർമാരോ മറ്റേതെങ്കിലും ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട ബിഷപ്പുമാരോ ആയിരിക്കാം ആദ്യം അമേരിക്കയിലെത്തിയത്. കൃത്യമായി അറിയാവുന്നവർ ദയവായി നിങ്ങളുടെ അറിവ് കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ പാസ്റ്റർ ബാബു തോമസിന്റെ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭ വളരെ സിസ്റ്റമാറ്റിക്കായി പുതിയ സഭകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ചുമതല മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അമേരിക്കയിലുള്ള മലയാളി പെന്തക്കോസ്ത് സഭകളൊന്നും അങ്ങനെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടെ സഭകൾ സ്ഥാപിക്കാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഷാരോൺ ഫെലോഷിപ്പ് ഇപ്പോൾ സഭകൾ സ്ഥാപിക്കുന്നു. പുതിയ പല സഭകൾ അവർ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഷാരോൺ ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഷാരോൺ ഫെലോഷിപ്പ് സത്യത്തിൽ അമേരിക്കയിൽ ഒരു വലിയ സഭയല്ല, വളരെ കുറച്ച് സഭകളെ ഷാരോൺ ഫെലോഷിപ്പിനുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പം അതൊരു വളർന്നു വരുന്ന ഒരു സ്റ്റേജിലാണ്. സത്യത്തിൽ അമേരിക്കയിൽ ധാരാളം ആളുകളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് ഷാരോൺ ഫെലോഷിപ്പിന്റെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ PJ തോമസ്. അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ ചില ഷാരോൺ സഭകൾ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു, അല്ലേ? പക്ഷെ അതുണ്ടായില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വിശാല മനസ്സിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. എനിവേ, ഷാരോൺ ഫെലോഷിപ്പ് അമേരിക്കയിൽ ഒരു വളർച്ചയുടെ പാതയിലാണ്. അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചു. ഷാരോൺ ഫെലോഷിപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാവോ അവിടുത്തെ? പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ തന്നെ ഷാരോൺ തോമാച്ചായനാണ് ആദ്യം അമേരിക്കയിൽ പോകുന്ന മലയാളി. എന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒരു സഭാ സ്പിരിറ്റ് അവിടെ ഉള്ളതായ ദൈവമക്കളുടെ ഉള്ളിൽ കൊണ്ടുവരണ്ട, സൗകര്യാർത്ഥം എല്ലാ ദൈവമക്കളും കൂടി നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾ ആരാധിച്ചാട്ട് എന്നുള്ളതായ ഒരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലങ്ങളിൽ മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം സഭകൾ ആരംഭിച്ചപ്പോൾ പിന്നെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വന്നു. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഈ പാസ്റ്റർ പറഞ്ഞു ആദ്യം അമേരിക്കയിൽ പോകുന്ന മലയാളി ഷാരോൺ തോമാച്ചാനാണെന്ന്. ആണോ? അതെ, ഷുവർ. ഏത് വർഷം? വർഷം എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ് ഒരു സംശയമുണ്ട്, പ്രേക്ഷകരോടുകൂടെ പറയുകയാണ്. അമേരിക്കയിൽ ആദ്യം എത്തിയ മലയാളി ആരാണ്? മലയാളി പെന്തിക്കോസ്തുകാർ. മലയാളി ആരാണെന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് ഞാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന ആദ്യത്തെ ആളുകൾ പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ KC ചെറിയാൻ, പാസ്റ്റർ AC സാമുവൽ, AG ലൈൻ, ഇങ്ങനെ ചിലരൊക്കെയാണ് അമേരിക്കയിൽ ആദ്യഘട്ടത്തിൽ ഒരു സന്ദർശനം നടത്തുന്ന ആളുകളെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ അറിവിൽ ചിലപ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാകാം. എന്നാൽ PJ തോമാച്ചായൻ ആദ്യഘട്ടത്തിൽ പാസ്റ്റർ റവറൻഡ് PJ തോമസ് അദ്ദേഹം കാനഡയിൽ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചത് അമേരിക്കയിലാണ്. കാനഡയിൽ അദ്ദേഹത്തിന് ലാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ, പിന്നെ ആദ്യത്തെ മലയാളി ആരാണ് അമേരിക്കയിൽ പോയതെന്നുള്ളത് ഏതെങ്കിലും പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൗതുകകരമായ ഒരു കാര്യം നമുക്ക് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു അറിവിന് വേണ്ടി മാത്രം, മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും. ഓക്കെ, എനിവേ, അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അവിടെ കാലാകാലങ്ങളായി ചെന്നിട്ടുള്ളതായ ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കട്ടെ, സൗകര്യാർത്ഥം ആരാധിക്കട്ടെ, ഒരു സഭാ സ്പിരിറ്റ് അവിടെ അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം സഭകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഷാരോനും തുടങ്ങേണ്ടതായി വന്നു. അങ്ങനെയാണ് അവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുകൾ ആരംഭിച്ചത്. ഇപ്പൊ എത്രത്തോളം ഷാരോൺ സഭകളുണ്ട്? എക്സാക്റ്റ് എണ്ണം പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 20ഓളം സഭകൾ ഇപ്പം ഉണ്ട്. സിറ്റികളിലെല്ലാം സഭകളുണ്ട്. പുതിയ സഭകൾ നമ്മളിപ്പം കാനഡയിൽ ആരംഭിച്ചു. മിഷൻ കോർഡിനേറ്റർ എന്ന് പറഞ്ഞു ഷാരോൺ ഫെലോഷിപ്പിന്റെ
മിഷൻ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? ആ മിഷൻ കോർഡിനേഷൻ എന്തോ ചെയ്യുന്നത്? പുതിയ സഭകൾ സ്ഥാപിക്കാനുള്ളതായ ഉത്സാഹം, എവിടെയെങ്കിലും സഭകൾ സ്ഥാപിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയുള്ളതായ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുക, അവിടെ പോയി അവിടെ സന്ദർശിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന. അത് മലയാളി സഭകൾ എന്നുള്ളതാണോ ലക്ഷ്യം? പ്രൈമറിലി അങ്ങനെയാണ്. എന്നാൽ അവിടെ നമ്മൾ സഭകൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ വി ആർ നോട്ട് ഓൺലി ഫോക്കസിങ് ഓൺ മലയാളീസ്. നമ്മുടെ സഭകളിലെല്ലാം മറ്റു ഭാഷക്കാരുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ അവിടുത്തെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് പാസ്റ്റർ ടിങ്കു തോംസൺ ആണ്, ഡോക്ടർ ടിങ്കു തോംസൺ. അദ്ദേഹം തന്നെ 2 ബ്രാഞ്ച് ചർച്ചുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തുടങ്ങി. പിന്നെ ന്യൂയോർക്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ സന്തോഷ് തര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ അവിടെ ന്യൂയോർക്ക് ഭാഗങ്ങളിലൊക്കെ പലയിടത്തും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, പലതും ആരംഭിക്കാനിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അധികവും ഫോക്കസ് ചെയ്യുന്നത് മറ്റ് പ്രസ്ഥാനങ്ങളില്ലാത്തടത്താണ്. മറ്റ് സഭകളില്ലാത്തടത്ത് സിറ്റികളിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം അമേരിക്കയിലെ സാധാരണഗതിയിൽ മലയാളി പെന്തക്കോസ്ത് സഭകൾ ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്ത് സഭകൾ ആരംഭിക്കുന്ന ഒരു രീതിയില്ല, അല്ലെ? ഇല്ലായിരുന്നു. ഷാരോൻ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി സഭകൾ ആരംഭിക്കുന്നു. പക്ഷെ മലയാളി പെന്തക്കോസ്ത് സഭകൾ അമേരിക്കയിൽ ആരംഭിച്ചത് ഒന്നും അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്തോ സ്ട്രാറ്റജി ഉണ്ടാക്കിയോ സപ്പോർട്ട് ചെയ്തോ ഒന്നും ഉണ്ടായതല്ല. അമേരിക്കയിലെ മലയാളി സഭകൾ ചെന്ന് അവിടെ എത്തിയ വിശ്വാസികൾ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സഭകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പൊതുവിൽ അമേരിക്കയിൽ സഭകൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഷാരോൺ ഫെലോഷിപ്പ് അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലാനോടുകൂടെ സഭകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നിങ്ങൾ അവിടേക്ക് വിടുന്ന ഒരു പ്രവർത്തകനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ? ഉണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനിഷ്യലി ഒരു ചെറിയ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ, വളരെ നല്ല കാര്യം. അത് ഒരു ഈ മിഷൻ കോർഡിനേഷന്റെ ഭാഗമാണ് ഈ അല്ലേ? അതെ. ഓക്കെ, അപ്പം അതൊരു വർഷം ഇത്ര സഭകൾ സ്ഥാപിക്കാന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ ഏറെക്കുറെ അറിയാമല്ലോ. എവിടെയെങ്കിലും ഒരു പ്രവർത്തന സാധ്യതയുണ്ട്, 1-2 ഫാമിലി എങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞാൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം. സത്യത്തിലെ അമേരിക്കയിലെ ഈ സഭകൾ ആരംഭിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ പ്രോപ്പറായിട്ടുള്ള പാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഒരു വർക്കറെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. സഭകളിലെല്ലാം ഇഷ്ടംപോലെ പാസ്റ്റേഴ്സ് ഉണ്ട്. അതെ, എല്ലാ മലയാളികൾ ഉള്ള സിറ്റികളിലും ഓരോ ലോക്കൽ സഭയിലും നിരവധി പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു പുതിയ സ്ഥലത്ത് പോയി വർക്ക് ചെയ്തൊരു സഭ സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഒരാളെ തേടിയാൽ അങ്ങനെ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പല കാരണങ്ങൾ അതിനല്ല. അത് നമ്മളൊരു പൈനിയർ പ്രവർത്തനം അവിടെ ചെന്ന് ആൾക്കാർ ആരംഭിക്കണമെങ്കിൽ സാമ്പത്തികം ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പം എന്നാൽ ജോലിയോടുകൂടെ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ അത് നമ്മളെ അങ്ങേയറ്റം എൻകറേജ് ചെയ്യും. കാരണം ഒരു ഫാമിലിയെ പോറ്റാനുള്ളതായ ഒരു കപ്പാസിറ്റി അത് ആ ലോക്കൽ സഭയിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഉണ്ടാകുന്നത് വരെ നമ്മൾ പലയിടത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ കാൻസസ് സിറ്റി, അവിടെ മറ്റു സഭകളൊന്നുമില്ല. നമ്മളവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു, വളരെ അനുഗ്രഹമായിട്ട് മുമ്പോട്ട്. കാൻസസ് എന്ന് പറയുന്നത് പെന്തക്കോസ്തിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ടൊപ്പേക്ക. അവിടുന്ന് അധികം ദൂരമല്ലാതാണ് ചാൾസ് പെർഹാമിന്റെ ബൈബിൾ കോളേജ്. കറക്റ്റ്. അവിടുന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലത്താണ് ഈ കാൻസസ് സിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു പ്രവർത്തനം ആരംഭിച്ചു. ആരുമില്ലായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്. പാസ്റ്റർ സന്തോഷ് തര്യന്റെ ആൽബനിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭ ഉണ്ട്. പല ബ്രാഞ്ച് ചർച്ചുകളും അവർ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളുടെ സഭകളില്ലാത്ത ഏരിയയിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് സ്ഥാപിക്കുന്നത്. പാസ്റ്റർ ബാബു തോമസ് ഷാരോൺ ഫെലോഷിപ്പിന്റെ അമേരിക്കയിലെ മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഒരു സക്സസ് ആയ ഒരു പ്രവർത്തന കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. റവറൻഡ് ബാബു തോമസിന്റെ വിശദമായ ഒരു അഭിമുഖത്തിന്റെ ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സഭാസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഹല്ലേലൂയ NIT എന്ന ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിരവധി ആളുകളുടെ അഭിമുഖങ്ങളും സാക്ഷ്യങ്ങളും അതിൽ പബ്ലിഷ് ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.